ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന സച്ചി രേവതിയുടെയായിട്ട് ഈ സുധീയുടെയും 30 ലക്ഷം രൂപയുമായി പോയ അയാൾ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നും അതിനുവേണ്ടിയുള്ള CCTV ദൃശ്യങ്ങൾ അമ്പലത്തിൽ നിന്ന് നീ കളക്ട് ചെയ്യണമെന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരുടേതായ പ്രണയാർദ്രമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് പോവാണ് കേട്ടോ. ആ ഒരു സമയത്താണ് സച്ചിയുടെ ഫോണിലേക്കായിട്ടൊരു കോള് വരുന്നത്. ഇവരുമായി സംസാരിച്ച് കോള് കട്ട് ചെയ്തതിന് ശേഷം സച്ചി രേവതിയായിട്ട് പറയുന്നുണ്ട് 3 ദിവസത്തെ ട്രിപ്പാണ്, മലേഷ്യയിൽ നിന്ന് വരുന്ന ടീംസാണ്, അവർക്ക് ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവരെയും കൂട്ടി പോകാനുള്ളൊരു നല്ലൊരു ചാൻസാണ് കിട്ടിയിരിക്കുന്നത്, നല്ല ക്യാഷും തടയുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതിയുടെ മുഖം വേഗം മാറുന്നുണ്ട്. പെട്ടെന്ന് സച്ചി ചോദിക്കുകയാണ്, പണം കിട്ടുമെന്ന് അറിയുമ്പോൾ നിനക്ക് സന്തോഷമാവുന്ന ആൾ ഇന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന നേരത്തെ 3 ദിവസം സച്ചിനെ കാണാതിരിക്കണ്ടേ, അതിനെന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ എന്തിനു കാണാതിരിക്കണേ, നിനക്കും ഇതുപോലെയൊക്കെ തന്നെയല്ലേ, ഈ ഒരു പൂ പോലെയാണ് നീയും, നീ എന്നെ കണ്ടില്ല എന്നാൽ വാടിപ്പോവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവരുടേതായ പ്രണയ നിമിഷങ്ങളിലേക്കായിട്ട് പോവാണ് കേട്ടോ. ഇതിനുശേഷം കാണിക്കുന്ന ശ്രുതിയെയും മീരയുമാണ്. ഈ ഒരു CCTV ദൃശ്യം എങ്ങനെയെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ചോളാമെന്ന് ശ്രുതി സച്ചിയോടായിട്ട് പറയുന്നുണ്ടല്ലോ. അത് പ്രകാരം ശ്രുതി മീരയും കൂട്ടിക്കൊണ്ട് അവിടെ വന്നിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ്റണിയോടായിട്ട് സംസാരിക്കുന്നതിനാണ്. ഇവർ ആൻ്റണിയെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സമയം തന്നെ ആൻ്റണി അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ആൻ്റണിയോടായിട്ട് ശ്രുതി സത്യങ്ങളെല്ലാം തന്നെ പറയട്ടെ, തങ്ങളുടെ 30 ലക്ഷം രൂപ ഇന്നൊരാൾ കൊണ്ടുപോയി എന്നും അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊന്നും കയ്യിലില്ല, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ അമ്പലത്തിൻ്റെ CCTVയിൽ ഉണ്ടെന്നും അതെങ്ങനെയും കണ്ടെത്തി തരണമെന്നൊക്കെ പറയുന്ന സമയത്ത് ആൻ്റണി അതെല്ലാം സമ്മതിക്കുന്നില്ല. എന്നാൽ തൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത് കിട്ടുന്ന തുകയുടെ 6%. ഇതിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് ആ ഒരു CCTV കിട്ടിയതിന് ശേഷം ഞാൻ പറയുന്ന അഡ്വാൻസ് തുക നീ എനിക്ക് തന്നാൽ മതിയെന്ന് ആൻ്റണി പറയുകയാണ്. അതിനുശേഷം ആൻ്റണി പോകാൻ പോകുന്നതിന് മുന്നേ തന്നെ ശ്രുതി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. സച്ചിക്കും രേവതിക്കും നേരത്തെ ശരത്തിൻ്റെ വീഡിയോ ലീക്ക് ആയതിൻ്റെ പിന്നിൽ നീയാണെന്നുള്ള സംശയമുണ്ട്, അവരുടെ മുന്നിൽ പെടാതെ സൂക്ഷിക്കണമെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം, നീ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൻ്റണി അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്ന സച്ചി ഈ മലേഷ്യയിൽ നിന്ന് വന്നവരെയും കൂട്ടിക്കൊണ്ട് ട്രിപ്പ് പോകുന്ന അതേ സമയം തന്നെ ഇവരുടേതായ വിശേഷങ്ങൾ പറയുന്നുണ്ട്. സച്ചിനെ തങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ പറയുന്നത്, ഞങ്ങൾക്ക് മലേഷ്യയിൽ വലിയ ബിസിനസ്സാണ്, ചെറിയൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്, പക്ഷേ ഇപ്പോൾ ഇതൊരു വലിയ ബിസിനസ് സ്ഥാപനമായി ഉയർന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത്, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, ഇവിടെ അടുത്തുള്ള അമ്പലത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്ന സമയത്ത്, നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി സാർ, എനിക്കിവിടെ അറിയാവുന്നൊരു ദേവീക്ഷേത്രമുണ്ട്, അവിടെയാണ് എൻ്റെ ഭാര്യയും അവളുടെ അമ്മയും അനിയത്തിയും എല്ലാം തന്നെ പൂക്കൾ കെട്ടുന്നത്, അവിടെ ചെന്നതിന് ശേഷമുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യേണ്ടത് ഞാൻ അവളോട് വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് സച്ചി തൻ്റെ ഫോൺ എടുത്തതിന് ശേഷം രേവതിനോടായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ മലേഷ്യയിൽ നിന്നൊരു ട്രിപ്പ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്, അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം തന്നെ നീ അവിടെ തയ്യാറാക്കി വെച്ചോളൂ എന്ന് രേവതിയോട് പറയുകയും രേവതി പറയുന്നത് ഇരുവരുടെയും നാളും പേരും എനിക്ക് വാട്സപ്പ് ചെയ്യും, ഞാൻ തിരുമേനിയുമായിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാൻ കേട്ടോ. അതിനുശേഷം സച്ചി ഇരുവരോടായിട്ട് പറയുന്നത്, നിങ്ങളുടെ നാളും പേരും എനിക്ക് കുറിച്ച് തരണം, എൻ്റെ ഭാര്യ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളും എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം രേവതി നേരെ അമ്മയോടായിട്ട്, അമ്മ ഞാൻ അമ്പലത്തിലേക്ക് അകത്തേക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ ശരത്തും ഉണ്ടാവും കേട്ടോ. ശരത്തിനോടായിട്ട് ലക്ഷ്മി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെയാണ് ആന്റണി തൻ്റെ സുഹൃത്തുമായിട്ട് അവിടെ വരുന്നത്. കാരണം എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ശരത്തിനെ തിരികെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുകയായിരിക്കും അവനൊക്കെ ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഇവർ പേടിയോടുകൂടി നിൽക്കുന്ന സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ, ഇവിടെ നമുക്കറിയാവുന്ന ആളുകളാണ്, എന്തായാലും ആന്റണി മനഃപൂർവ്വം പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ ഉണ്ടാക്കിയാലും തന്നെ അതിനുള്ള പരിഹാരം നമുക്ക് കണ്ടെത്താം എന്നൊക്കെ പറയാം കേട്ടോ. എന്നാൽ ആന്റണി വന്നിറങ്ങിയ ശേഷം ഇവരെ കാണുന്നുണ്ടെങ്കിലും ഇവരോട് വലിയ കാര്യമായിട്ടൊന്നും തന്നെ പറയാതെ തന്നെ അകത്തേക്ക് കയറി ചെന്നതിന് ശേഷം അവിടുത്തെ മാനേജറോടായിട്ട് ഈ ഒരു CCTV ദൃശ്യം തരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയാണ്, എനിക്ക് നിങ്ങൾ അറിയുകയും കൂടിയില്ല, പിന്നെ ഞാൻ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് CCTV ദൃശ്യം തരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത്, അതാണോ പ്രശ്നം, ഈ ഫ്രണ്ടിൽ നിന്ന് പോകുന്ന ലക്ഷ്മിയമ്മ രേവതിയൊക്കെ ഇല്ല, അവരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അവർക്ക് എന്നെയും അറിയാം, ആ ഒരു ബന്ധത്തിലെങ്കിൽ എനിക്ക് ഈ ഒരു CCTV ദൃശ്യം തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് മാനേജർ പറയുന്നുണ്ട്, എന്തായാലും തരാൻ സാധിക്കില്ല, പോലീസുകാരായിട്ട് വന്നാൽ മാത്രമേ തരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. ആന്റണി ആണെങ്കിൽ ഇനി എന്തെങ്കിലും മറ്റൊരു മാർഗ്ഗം കണ്ടെത്തണം, ഈ ഒരു CCTV ദൃശ്യം എങ്ങനെയെങ്കിലും തൻ്റെ കൈക്കലാക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നത് കേട്ടോ. ആ ഒരു സമയത്താണ് രേവതി പൂജാരിയുമായിട്ട് സംസാരിച്ച് തിരികെ വരുന്ന സമയത്ത് മാനേജർ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, രേവതി നീ എന്ന് ചോദിച്ച CCTV ദൃശ്യമല്ലേ എന്ന് ചോദിക്കുന്ന നേരത്ത് അതെനിക്ക് തരില്ല എന്ന് സാറ് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാണ് വീണ്ടും ഇതേക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അതല്ല രേവതി, നീ അന്ന് ചോദിച്ച സെയിം വീഡിയോ ചോദിച്ചിട്ട് മറ്റൊരാൾ ഇവിടെ വന്നിരുന്നു, പേര് ആന്റണി എന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആന്റണി എന്തിന് ഇവിടെ വന്നതെന്ന് രേവതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മാനേജർക്ക് കോൾ വരികയും അദ്ദേഹം അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. രേവതി വളരെ
വളരെയധികം സംശയത്തോടുകൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ശരത്ത് ചോദിക്കുന്നു, ചേച്ചി ആൻ്റണി അവിടെ കണ്ടിരുന്നു, ആൻ്റണി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്ന സമയത്ത് അവനവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നൊന്നുമല്ല, അവൻ വന്നത് ഞാൻ ചോദിച്ചെന്ന സെയിം വീഡിയോ ചോദിച്ചാണ് അവൻ അമ്പലത്തിനകത്തേക്ക് ചെന്നതെന്ന് ചോദിക്കുമ്പം എന്തിനായിരിക്കും ആൻ്റണിക്ക് ഒരു വീഡിയോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. മറ്റെന്തിനാ ശ്രുതി പറഞ്ഞിട്ടായിരിക്കും, ശ്രുതിയും ആൻ്റണിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചി മലേഷ്യൻ ടീംസായിട്ട് അവിടെ വരുന്നത് കേട്ടോ. രേവതിയെ കാണുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും സച്ചിനെ പറ്റി ഒരുപാട് പറയുന്നുണ്ട്. സച്ചി ഒരു നല്ലൊരു മനുഷ്യനാണ്, സച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ചെയ്തു തന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചേട്ടൻ അങ്ങനെയാണ്, തൻ്റെ വണ്ടിയിൽ കയറുന്നവരെ തൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് സച്ചേട്ടൻ കണ്ട് സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മതിനെ പുകഴ്ത്തി സംസാരിച്ചത്, നമുക്കിനി അമ്പലത്തിനകത്തേക്ക് കയറാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇവരെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്കായിട്ട് പോവാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ രേവതി സച്ചേട്ട് പറയുന്നുണ്ട്, സച്ചേട്ട അവർ വളരെയധികം സന്തോഷത്തോടെയാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് പിന്നല്ലാതെ ഇവർ ഇന്ത്യയിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നാട് ചുറ്റി കാണുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനുശേഷം അവർ തിരികെ പോവും. എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് വന്ന സ്ഥിതിക്ക് ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നല്ലൊരു ചിലവ് തന്നെ ചെയ്തേക്കാം, നീ വീട്ടിൽ എല്ലാ സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്ക്, അച്ഛനോട് സംസാരിച്ചതിന് ശേഷം അമ്മയെ ഞാൻ മയപ്പെടുത്തിക്കോളാം എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേ രേവതിയെ സമ്മതിക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം തന്നെയാണ് അമ്പലത്തിനകത്തേക്ക് പോയി ഇവിടെ തിരികെ വന്നതിന് ശേഷം സച്ചിയോട് രേവതിയോടായിട്ട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം ഒരുപാട് മുഷിപ്പിക്കാതെ തന്നെ എല്ലാ ചടങ്ങുകളും അമ്പലത്തിൽ ചെയ്തു തീർക്കാൻ സാധിച്ചു. അങ്ങനെ അവർ പോകുന്ന സമയത്ത് സച്ചി പറയുന്നു, സാർ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഇന്നത്തെ ഉച്ചയൂണ് എൻ്റെ വീട്ടിലാക്കാമെന്ന് പറയുന്ന സമയത്ത് ഇവർക്കും അത് സന്തോഷമാവാം കേട്ടോ. അപ്പോൾ ഇവർ വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചേട്ട അവർ വീട്ടിലേക്ക് വന്ന് നമുക്ക് രണ്ടുണ്ട് ഗുണം, ഇവർ മലേഷ്യയിലാണെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാൻ സാധിക്കും, ശ്രുതിയും ഇപ്പോൾ വീട്ടിലുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഒരു ബുദ്ധി എനിക്ക് എന്തുകൊണ്ട് പോയില്ല രേവതി, എൻ്റെ നല്ല പ്ലാനിങ് തന്നെയാണ്, ഇവളുടെ മലേഷ്യൻ കള്ളക്കളി ഇന്നത്തോടുകൂടി പൊളിയുമെന്നൊക്കെ രേവതിയോട് സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തോടുകൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.